ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്ത്രീകളെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചു വെക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് മുൻപരിചയമൊന്നുമില്ല. നമ്മളൊരു വിവാഹത്തിലൂടെയാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും തികച്ചും അന്യമായിട്ടുള്ള ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുവാൻ തുടങ്ങുന്നതും. ഒരുപക്ഷെ നമ്മൾ സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ട് പഠിച്ചിട്ടുള്ളതായ കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന വീട്ടിൽ ശീലിച്ച് പോരുന്നതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ സമയവും ആരോഗ്യവും പണവും ഒക്കെ നഷ്ടപ്പെടുത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും സമയവും പണവും ഒക്കെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. മാത്രമല്ല, സമൂഹത്തിൽ തന്നെ വേറെയും സ്ത്രീകളുണ്ട്. അവരുടെ വീട്ടു ജോലികൾ, അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് അവരുടേതായിട്ടൊരു ലോകത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം നല്ല രീതിയിൽ അവർ ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ ആവണ്ടേ? അങ്ങനെ അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കരുതേ. വിവാഹം കഴിച്ചുകൊണ്ട് ചെല്ലുന്ന വീട്ടിൽ നമ്മൾ പെണ്ണുങ്ങൾ കാണിച്ചു വെക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്നറിയോ? അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഭയങ്കര പാചകക്കാരിയാണെന്നങ്ങ് സമർത്ഥിച്ചു വെക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. എന്നിട്ട് ഒരു 2 കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 4ഉം 5ഉം ഒക്കെ കൂട്ടം കറികൾ ഉണ്ടാക്കി നമ്മുടെ സമയവും നമ്മുടെയൊക്കെ തന്നെ പണവും ഒക്കെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. വീട്ടിലുള്ളവർക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന, കുക്കിംഗ് ഒരു ഹോബിയായി കാണുന്ന ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിലുണ്ടെങ്കിലും വീട്ടുജോലികൾ കൊണ്ട് ഭാരപ്പെടുന്ന സ്ത്രീകളും ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് എന്നതാണ് കേട്ടോ യാഥാർത്ഥ്യം. അടുക്കളയിലെ പാചക ജോലികൾ തീരാത്തതിന്റെ കാരണം കൃത്യമായ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വലിച്ചു വാരി പാചകം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ചില സ്ത്രീകൾക്ക് രാവിലെ ഒരു 1-2 മണിക്കൂറുകൾ കൊണ്ട് അവരുടെ പാചക ജോലികളൊക്കെ തീർത്ത് കുട്ടികളെ സ്കൂളിൽ വിടുവാനും അവർക്ക് സ്വയം ജോലിക്ക് പോകുവാനും ഒക്കെ സമയം തികയുന്നുണ്ടല്ലോ. അപ്പോൾ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്കും അത് സാധ്യമാകാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പണമുള്ളവരുടെ വീട്ടിൽ, സമ്പന്നരുടെ വീട്ടിൽ ഒരുപാട് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഒരുപാട് വേസ്റ്റ് ആക്കി കളയുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ ഇടത്തരക്കാരുടെ വീട്ടിലാണ്, സാധാരണക്കാരുടെ വീട്ടിലാണ് കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാഴാക്കി കളയുന്നത്. അപ്പോൾ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി ആരും പാഴാക്കി കളയരുത് കേട്ടോ. കാരണം ഒരുപാട് പേര് ആഹാരത്തിനായിട്ട് വിശന്നു അലഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി ആലോചിക്കണം. ഇനി മുതൽ സമയം കിട്ടുന്നില്ല, അടുക്കള ജോലി തീർത്തിട്ട് എനിക്കിതിന് സമയം തികയുന്നില്ല എന്ന് പറയുന്ന സ്ത്രീകൾ അടുക്കള ജോലിയിൽ പ്രത്യേകിച്ച് പാചകം ചെയ്യുമ്പോൾ ഒരു അടുക്കും ചിട്ടയോടും കൂടി, പ്ലാനിങ്ങോടും കൂടി, ഒന്നും വേസ്റ്റ് ആകാത്ത രീതിയിൽ, അതുപോലെ ഐറ്റങ്ങളൊക്കെ കുറച്ച് ഒന്ന് പാചകം ചെയ്യുക കേട്ടോ. എന്തിനാ 4ഉം 5ഉം കൂട്ടം കറികൾ ഉണ്ടാക്കിയത് ഒരു 2-3 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് നോക്കണം. നമ്മുടെയൊക്കെ വീടുകളിലെ ചില ഭക്ഷണങ്ങൾ കൂടുതൽ എല്ലാവരും കഴിക്കും, ചില ഭക്ഷണം കുറച്ചായിരിക്കും കഴിക്കുന്നത്. എപ്പോഴും ബാക്കി വരാറുണ്ടായിരിക്കും. അപ്പോൾ ഇതിനു മുൻപ് ബാക്കി വരാറുള്ള ഒരു ഭക്ഷണം നമ്മൾ ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് ഉണ്ടാക്കിയതിന്റെ അത്ര അളവിൽ ഉണ്ടാക്കാതെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം മെച്ചം പിടിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാനും പറ്റും. കാരണം ഈ ബാക്കി വരുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ വേറൊരു പാത്രത്തിൽ സൂക്ഷിക്കണം. അപ്പോൾ ആ പാത്രം കഴുകണം, ഉണ്ടാക്കുന്ന പാത്രം കഴുകണം, നമ്മൾ വിളമ്പി കഴിക്കുന്ന പാത്രങ്ങൾ കഴുകണം. അങ്ങനെ നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ ആകെ വൃത്തികേടായി കിടക്കും. നമുക്കാണെങ്കിൽ ഈ പണികളെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയി ഇരിക്കാനായിട്ട് സമയം കിട്ടുകയുമില്ല. യാതൊരു മുൻവിധിയോ കണക്കുകൂട്ടലുകളോ ഒന്നുമില്ലാതെ കുറേ ആഹാരങ്ങൾ നിത്യേന ഉണ്ടാക്കി വെക്കുന്ന ശീലം ചിലർക്കൊക്കെ ഉണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് സമയവും പണവും എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം 4 പേരൊക്കെയുള്ള ഒരു കുടുംബത്തിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ 4 പേർക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ മാത്രം കൃത്യമായ അളവിലൊക്കെ എടുത്ത് ചെയ്യുക അല്ലേ. പിന്നെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരും എന്ന് കരുതി അങ്ങനെ പ്രത്യേകം ഉണ്ടാക്കി വെക്കാതെ, വിരുന്നുകാർ വരികയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും വിരുന്നുകാർ വരാത്ത വീടാണെങ്കിൽ അങ്ങനെ വിരുന്നുകാർ വരും എന്ന് കരുതി നമ്മളത് തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും
പണവും സമയവും എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ വലിച്ചു വാരി പാചകം ഒന്നും ചെയ്യാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പാചകവും അടുക്കള ജോലിയും ഒക്കെ ചെയ്ത് നല്ല ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെയും എല്ലാവരും ഇരിക്കണമേ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാട്ടോ. ടാറ്റാ, ബൈ ബൈ.